അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ എയർഫോഴ്സ് 2 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് പ്രദേശവാസികൾ പറയുന്നു. തെഹ്രീക്ക് താലിബാൻ തലവൻ നൂർ വാലി മഹസൂദിനെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണമാണിതെന്നാണ് വിവരം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വീണ്ടും സംഘർഷമാണോ ആ മേഖലയിൽ? എങ്ങനെയാണ് വിശദാംശം? ആര്യ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ TTP തലവൻ മഹസൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ TTP തലവന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ മഹസൂദിന്റെ മകൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെഹ്രീക്ക് താലിബാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാകിസ്ഥാൻ ആർമിയെ ലക്ഷ്യമിട്ടുകൊണ്ട് പലയിടങ്ങളിലായി ബോംബാക്രമണങ്ങളും കുഴിബോംബാക്രമണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പക്തൂൺഖ പ്രവിശ്യയിൽ ആണ് ഈ TTPക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ശക്തിയുള്ള മേഖല എന്ന് പറയുന്നത്. അവിടെയായിരുന്നു കഴിഞ്ഞ മാസം ഇത്തരത്തിൽ പാകിസ്ഥാൻ ചില എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ബോംബുകൾ ഇടുകയും സാധാരണക്കാരായിട്ടുള്ള ചിലർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 30-ലധികം സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പലയിടങ്ങളിലായി ഈ പാകിസ്ഥാന്റെ സോൾജേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് TTP പല ബോംബിങ്ങും നടത്തുകയും ചെയ്തിരുന്നു, കുഴിബോംബ് ആക്രമണമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ കുഴിബോംബ് ആക്രമണത്തിൽ 11 സോൾജേഴ്സ് മരിച്ചിരുന്നു. അതിൽ ലഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തലവനെ ലക്ഷ്യമിട്ടുകൊണ്ട് മഹസൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. കാബൂളിൽ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇദ്ദേഹം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മേഖല ലക്ഷ്യമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ എയർഫോഴ്സ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കി അടക്കമുള്ളവർ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് താലിബാൻ ഈ ഭരണം, അഫ്ഗാനിസ്ഥാന്റെ ഭരണം കൈയാളിയതിനു ശേഷം 2021 ശേഷം അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പാളിച്ചയാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പരിമിതമായി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിൽ ആർമിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവിടെ അത്രത്തോളം സോൾജേഴ്സിന്റെ ഒരു അഭാവവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നോ താലിബാന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, പക്ഷേ മഹസൂദ് രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മഹസൂദിന്റെ മകൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പക്തൂൺഖ പ്രവിശ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അസ്വാരസ്യങ്ങൾ അത് വലിയ സംഘർഷങ്ങളിലേക്ക് മാറുകയാണ്. ഒരുപക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മറ്റൊരു സംഘർഷത്തിലേക്ക് പോയി ഇത് വഴിവെച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ, താലിബാന്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ അടക്കം വരും മണിക്കൂറിൽ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. ആര്യ, MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.